ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നൽ ഹംദലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഉസൂലു സലാസയാണ്, 3 അടിസ്ഥാന തത്വങ്ങൾ. ഇത് ഖബറിലെ ആ 3 ചോദ്യങ്ങൾ, അതിനുത്തരം പറയാൻ നമ്മളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പഠിക്കുന്നത്. ബാറക്കല്ലാഹു ഫീക്കും. അങ്ങനെ ശരിയായ വിശ്വാസം ഉണ്ടായാലേ നമുക്ക് ഖബറിൽ ചോദ്യത്തിന് ഉത്തരം പറയാൻ സാധിക്കുകയുള്ളൂ. നമ്മളിവിടുന്ന് മൻ റബ്ബുക, നിൻ്റെ റബ്ബ് ആരാണ്, അള്ളാഹു എന്ന് 1000 വട്ടം 100 വട്ടം ഇങ്ങനെ എഴുതി പഠിച്ച് പ്രാക്ടീസ് ചെയ്താലും നമ്മളെ വിശ്വാസം തെറ്റാണെങ്കിൽ നമുക്കെന്ത് സാധിക്കില്ല? ഖബറിൽ മൻ റബ്ബുക എന്ന് ചോദിച്ചാൽ അള്ളാഹു എന്ന് ഉത്തരം പറയാൻ കഴിയുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. അതേപോലെ തന്നെ മാ ദീനുക, നിൻ്റെ ദീൻ ഏതാണ്? മൻ നബിയുക, നിൻ്റെ നബി ആരാണ് എന്നൊക്കെ ചോദിച്ചാൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ വിശ്വാസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച വിശ്വാസമല്ലെങ്കിൽ, അത് ഇസ്ലാം ദീൻ പഠിപ്പിക്കുന്ന വിശ്വാസമല്ലെങ്കിൽ നമുക്ക് ഉത്തരം പറയാൻ സാധിക്കുകയില്ല. ബാറക്കല്ലാഹു ഫീക്കും. ഇന്ന് നമുക്കറിയാം, പ്രമുഖ ഇന്നത്തെ സംഘടനകൾ, അത് സമസ്തയാകട്ടെ ജമാഅത്ത് ഇസ്ലാമി ആകട്ടെ, ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു, അവരുടെ പാഠപുസ്തകങ്ങൾ നോക്കിയാൽ, ചെറിയ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ നോക്കിയാൽ, അതേപോലെ ദീനിൻ്റെ പരിശ്രമം എന്നും പറഞ്ഞ് നടക്കുന്ന തബ്ലീഗ് ജമാഅത്ത്, ഇവർക്കൊക്കെ എല്ലാം കൂടി കൂട്ടിയ ലക്ഷക്കണക്കിന് അനുയായികളും അതേപോലെ ഇത്രയും വലിയ അണികൾ, അതേപോലെ അവരെ മക്കൾ ഒക്കെ ഇവരെ മദ്രസയിൽ പഠിക്കുകയാണ്. ചെറിയ പ്രായത്തിൽ തന്നെ തെറ്റാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇവർ വലുതായാൽ വിദ്യാഭ്യാസം ഉണ്ടാകും, നല്ല വിജ്ഞാനങ്ങളുണ്ടാകും. ഏത് ഭൗതിക വിദ്യാഭ്യാസം, പരീക്ഷകൾക്കൊക്കെ ചിലപ്പോൾ നല്ല മാർക്ക് വാങ്ങുന്നുണ്ടാവും. പക്ഷേ മദ്രസയിൽ പഠിപ്പിച്ചത് എന്താ? ദീനിൻ്റെ വിഷയം, തെറ്റായ വിശ്വാസമാണ് അള്ളാഹുവിനെ കുറിച്ച്. അപ്പോൾ എങ്ങനെയാണ് ഈ വിദ്യാഭ്യാസമുള്ള, പ്രത്യേകിച്ച് കേരളത്തിൽ ലിറ്ററസി ഉണ്ടെന്നല്ല പറയുന്നത്, എല്ലാവർക്കും ലിറ്ററസി ഉണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ദീനിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള വിശ്വാസം പോലും തെറ്റിപ്പോയിട്ടുണ്ട് അധിക പേരിലും. അപ്പോൾ ഖബറിൽ ഉത്തരം പറയാൻ കഴിയില്ല. എത്ര ഉന്നത ഭൗതിക വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ല. നമ്മൾ ദീന് പഠിക്കേണ്ടിടത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ, പഠിക്കേണ്ടവരിൽ നിന്ന് പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ വഴി തെറ്റിപ്പോകും. ബാറക്കല്ലാഹു ഫീക്കും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നിങ്ങളുടെ കൂട്ടുകെട്ട് ആരാന്ന് നോക്കണം, അവരെ പോലെയാണ് ആവുക. അള്ളാഹു ഖുർആനിൽ പറഞ്ഞില്ലേ, സൂറത്തുൻ നിസായിൽ, ഇന്നക്കും ഇദം മിസ്ലഹും, നിങ്ങൾ അവരെ പോലെയാകും. നിങ്ങൾ ആരെ കൂടെയാണോ ഇരിക്കുന്നത്, ആരുടെ നിന്നാണോ പഠിക്കുന്നത്, നിങ്ങൾ അവരെ പോലെയാകാം. അതുകൊണ്ട് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം. ബാറക്കല്ലാഹു ഫീക്കും. ഫദലീലു ഷഹാദത്തി ഷഹിദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാ ഹുവ വൽ മലായികത്തു വ ഉലുൽ ഇൽമി ഖായിമൻ ബിൽ ഖിസ്തി ലാ ഇലാഹ ഇല്ലാ ഹുവൽ അസീസുൽ ഹക്കീം. അപ്പോൾ ഷഹാദത്തിൻ്റെ തെളിവ് അവിടെ പറയുന്നത്. അപ്പോൾ ഇസ്ലാമിൻ്റെ അർക്കാനുകൾ, സ്തംഭങ്ങൾ, തൂണുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലെ ആദ്യത്തെ തൂണാണ്, സ്തംഭമാണ്, റുക്കുനാണ് ഷഹാദത്ത്. അപ്പോൾ അതിൻ്റെ തെളിവാണ് പറയുന്നത് ഖുർആനിൽ നിന്ന്. ഇത് സൂറത്ത് ആലി ഇമ്രാനിലെ 3-ാം അധ്യായം 18-ാം വചനാണ്. അള്ളാഹു സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, അവനല്ലാതെ ആരാധനക്കർഹൻ വേറൊരു ഇലാഹുമില്ല. മലക്കുകളും വിജ്ഞാനം നൽകപ്പെട്ടവരും വിജ്ഞാനമുള്ളവരും അങ്ങനെ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. അവൻ അവൻ്റെ സൃഷ്ടിയിൽ നീതി നിലനിർത്തുന്നവനാണ്. അവനല്ലാതെ ആരാധനക്കർഹൻ വേറെ ഒരു ഇലാഹുമില്ല. അവൻ പ്രതാപശാലിയും യുക്തിമാനുമാണ്. അതിൻ്റെ വിശദീകരണം. അപ്പോൾ അള്ളാഹു പറഞ്ഞു സാക്ഷ്യം വഹിക്കുന്നു, ഷഹിദ.
അതിൻ്റെ അർത്ഥം അവൻ നിർണയിക്കുന്നു, വിധിക്കുന്നു, പഠിപ്പിക്കുന്നു, വ്യക്തമാക്കുന്നു, ബാധകമാക്കുന്നു. അപ്പോൾ ഇത് 5 അർത്ഥങ്ങളിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. 1 നിർണയം, 2 വിധി, 3 പ്രഖ്യാപിക്കുക, 4 വ്യക്തമാക്കുക, 5 ബാധകമാക്കുകയും ചെയ്യുക. അതുകൊണ്ട് അവൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ വിധിക്കുന്നു, പഠിപ്പിക്കുന്നു, അറിയിക്കുന്നു, അത് എല്ലാവർക്കും ബാധകമാക്കുന്നു. ഏത്? അവൻ്റെ അടിമകളിൽ ബാധകമാക്കുന്നു. ഏത്? അവനല്ലാതെ ആരാധനക്കർഹൻ വേറെ ഒരു ഇലാഹുമില്ല. ഇപ്പോൾ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ അത് അതിലെ ലാ എന്ന് പറഞ്ഞാൽ അത് നിഷേധമാണ്. ഇത് നമ്മൾ അറിയണം, മനസ്സിലാക്കണം. ലാ എന്ന് പറഞ്ഞാൽ നിഷേധമാണ്. അപ്പോൾ ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ എന്താ? ആരാധിക്കപ്പെടുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെ നിഷേധിക്കുകയാണ് ഇവിടെ ലാ എന്ന് പറഞ്ഞത്, ലാ ഇലാഹ. എന്നിട്ട് അള്ളാഹു എന്താ പറഞ്ഞത്? ഇല്ലാഹുവ. അങ്ങനെ എല്ലാ ആരാധിക്കപ്പെടുന്നതിനെയും നിഷേധിച്ചതിന് ശേഷം അള്ളാഹു പറയാണ്, അള്ളാഹു ഉറപ്പിക്കുകയാണ്, സ്ഥിരീകരിക്കുകയാണ്, ഇല്ലാഹുവ, അവനല്ലാതെ, അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടാൻ അർഹനായി ഒരിലാഹുമില്ല. അങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിൻ്റെ അർത്ഥം വരാം. അപ്പോൾ അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ എന്ന് ഖുർആനിൽ പറയുമ്പോൾ സത്യപ്രകാരം ആരാധനക്കർഹൻ അള്ളാഹു അല്ലാതെ ഒരു വസ്തുവുമില്ല. അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ആ ആരാധനകളൊക്കെ നിരർത്ഥകമാണ്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, ذَلِكَ بِأَنَّ اللَّهَ هُوَ الْحَقُّ وَأَنَّ مَا يَدْعُونَ مِن دُونِهِ هُوَ الْبَاطِلُ وَأَنَّ اللَّهَ هُوَ الْعَلِيُّ الْكَبِيرُ. കാരണം അള്ളാഹു അവനാണ് സത്യം. ആ ബഹുദൈവാരാധകർ അവന് പുറമെ ആരാധിക്കുന്നത് അത് അസത്യമാകുന്നു, ബാത്തിലാകുന്നു. തീർച്ചയായും അള്ളാഹു ഉന്നതനും ഏറ്റവും വലിയവനും ആകുന്നു. അപ്പോൾ ഇവിടെ അള്ളാഹുവിൻ്റെ ഏകത്വത്തെ സ്വയം സാക്ഷ്യപ്പെടുത്തുകയാണ്. സംസാരിക്കുന്നവനിൽ ഏറ്റവും സത്യസന്ധൻ അവനാണ്. അവൻ്റെ സാക്ഷ്യം ആണ് ഏറ്റവും സത്യസന്ധതയുള്ളത് എല്ലാ സാക്ഷ്യങ്ങളെക്കാളും. കാരണം അത് വരുന്നത് ആരുടെ നിന്നാണ്? ഏറ്റവും യുക്തിമാനും ഏറ്റവും വിജ്ഞാനമുള്ള അള്ളാഹുവിൽ നിന്നാണ്. അവനാണ് എല്ലാം അറിയുന്നവൻ. അതുകൊണ്ട് അവൻ്റേതാണ് ഏറ്റവും സത്യസന്ധമായ സാക്ഷ്യം. മലക്കുകൾ സാക്ഷ്യപ്പെടുത്തുന്നു, അവനല്ലാതെ ആരാധനക്കർഹൻ വേറെ ഒരു ഇലാഹുമില്ല. അവർ ഒരു സൃഷ്ടിയാണ്. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി അള്ളാഹു സൃഷ്ടിച്ചത്. ആദരണീയമായ മലക്കുകൾ അവർ ആദരണീയമായ ആരാധകരാണ്. അള്ളാഹ് അവരെ സൃഷ്ടിച്ചത് അവനെ ആരാധിക്കാനാണ്. അവർ അവനെ മഹത്വപ്പെടുത്തുന്നു രാത്രിയും പകലിലും. അങ്ങനെ അവർക്ക് അത് കാരണം യാതൊരു ക്ഷീണവും ബാധിക്കുന്നില്ല. അവൻ അവരെ സൃഷ്ടിച്ചതിന് വേറെയും കാരണങ്ങളുണ്ട്. അവർ അള്ളാഹുവിൻ്റെ പ്രാപഞ്ചിക കൽപ്പനകൾ നിർവഹിക്കുന്നു. അവൻ കൽപ്പിച്ചതൊക്കെ ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെയുണ്ടോ അതൊക്കെ അവർ നിർവഹിക്കുന്നു. എല്ലാ മലക്കുകൾക്കും അവർക്കൊരു ജോലിയുണ്ട്. അവരുടെ സാക്ഷ്യം സത്യസന്ധമായ സാക്ഷ്യമാണ്. കാരണം അവർ വിജ്ഞാനമുള്ളവരാണ്, അവർ ആരാധിക്കുന്നവരാണ്, അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് ഉൾക്കാഴ്ചയുള്ളവരാണ്. അവരാണ് സൃഷ്ടികളിൽ ഏറ്റവും നല്ലവർ. ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്. സൽക്കർമ്മകാരിയായ ഒരു മനുഷ്യനാണോ ഏറ്റവും നല്ലത്, അതോ മലക്കോ? ഇതിനെക്കുറിച്ച് അഭിപ്രായ വ്യത്യാസമുണ്ട്.
ഇനി വിജ്ഞാനമുള്ളവർ രണ്ടിനങ്ങളുണ്ട്. ഒന്ന് മലക്കുകൾ, ഒന്ന് മനുഷ്യരിലെ വിജ്ഞാനമുള്ളവർ. വിജ്ഞാനമുള്ളവർ സാക്ഷ്യം വഹിക്കാത്തവരാണെങ്കിൽ, വിജ്ഞാനമുള്ളവരാരാണ്? അവർ സത്യത്തിന് വേണ്ടി സാക്ഷ്യം വഹിക്കുന്നവർ മാത്രമാണ്. എന്നാൽ വിജ്ഞാനമില്ലാത്തവരോ അവരുടെ സാക്ഷ്യം പരിഗണിക്കുകയില്ല. ആർക്കൊക്കെ അള്ളാഹുവിൻ്റെ സൃഷ്ടിയിൽ വിജ്ഞാനമുണ്ടോ അവരൊക്കെ അള്ളാഹുവിനെ സാക്ഷ്യപ്പെടുത്തുന്നു. അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, ആരാധനക്കർഹൻ അവൻ മാത്രമേ ഉള്ളൂ എന്നതിനെക്കുറിച്ചും. ഇതിൽ വിജ്ഞാനമുള്ളവരെ ആദരിക്കലുണ്ട്. കാരണം അള്ളാഹു ഈ സാക്ഷ്യത്തെ, വിജ്ഞാനമുള്ളവരുടെ സാക്ഷ്യത്തെ അള്ളാഹുവിൻ്റെ സാക്ഷ്യവും മലക്കുകളുടെ സാക്ഷ്യത്തെയും കൂടി ബന്ധപ്പെടുത്തിയിരിക്കുകയാണ്. നമ്മൾ ഇപ്പം വായിച്ച ആയത്തിൽ വിജ്ഞാനമുള്ളവരുടെ സാക്ഷ്യം, അതിന് നമ്മൾ പരിഗണന നൽകണം. അത് തെളിയിക്കുന്നത് അവരുടെ മഹത്വമാണ്, അവരെക്കുറിച്ചുള്ള ആദരവാണ്, അവരുടെ പദവിയാണ്. കാരണം ഏറ്റവും മഹത്തരമായ സാക്ഷ്യം അത് തൗഹീദാണ്. ഇനി ഖുർആനിൽ ഉലുൽ ഇൽമി, വിജ്ഞാനമുള്ളവർ എന്ന് പറയുന്നത് കൊണ്ടുള്ള ഉദ്ദേശം അത് ശറഈയായ വിജ്ഞാനമാണ്. അത് ചില ആളുകൾ പറയുന്നത് പോലെ വിജ്ഞാനമുള്ളവർ കൊണ്ട് ഉദ്ദേശം അത് ഭൗതിക വിജ്ഞാനമാണ്, കൃഷിയിലുള്ള വിജ്ഞാനമാണ് എന്നതല്ല. ഇവരെക്കുറിച്ചൊന്നും വിജ്ഞാനമുള്ളവർ എന്ന് നിരുപാധികം പറയുകയില്ല. കാരണം അവരുടെ വിജ്ഞാനത്തിന് പരിമിതിയുണ്ട്. എന്നാൽ അപ്പോൾ നമ്മളെന്താ പറയുക, ഭൗതിക വിജ്ഞാനമുള്ളവരെക്കുറിച്ച്? ഇദ്ദേഹം ഗണിതശാസ്ത്രത്തിൽ ഒരു പണ്ഡിതനാണ്, ഇദ്ദേഹം എഞ്ചിനീയറിലെ ഒരു പണ്ഡിതനാണ്, ഇദ്ദേഹം മരുന്നിനെക്കുറിച്ചുള്ള പണ്ഡിതനാണ്. ഇവരെക്കുറിച്ചൊന്നും വിജ്ഞാനമുള്ളവർ എന്ന് പറയുകയില്ല. കാരണം വിജ്ഞാനമുള്ളവർ എന്ന് പറഞ്ഞാൽ അത് ആരെക്കുറിച്ചേ പറയുള്ളൂ? അത് ശറഈയായ ഇസ്ലാമിനെക്കുറിച്ചുള്ള വിജ്ഞാനമുള്ളവർക്കേ പറയുകയുള്ളൂ. ഭൂരിപക്ഷം ആളുകൾ ഭൗതിക വിജ്ഞാനമുള്ളവരാണ്. അതിൽ നിരീശ്വരവാദികളുണ്ട്. ആ നിരീശ്വരവാദികൾക്ക് വിജ്ഞാനമുണ്ടാകാം, പക്ഷേ അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് അജ്ഞതയാണ്, അവർ വ്യതിചലിച്ചവരാണ്. അതേപോലെയാണ് അവിശ്വാസികളുടെ രാഷ്ട്രങ്ങളും. അവർ ഭൗതിക ജ്ഞാനത്തിൽ അങ്ങേയറ്റം പുരോഗമിച്ചിട്ടുണ്ടാകാം, എന്നാൽ അവർ അവിശ്വാസികളാണ്. അതുകൊണ്ട് അവരെക്കുറിച്ച് എങ്ങനെയാണ് വിജ്ഞാനമുള്ളവർ എന്ന് പറയുക? അള്ളാഹു പറഞ്ഞത് എന്താണ്? ഉലുൽ ഇൽമി, അവർ വിജ്ഞാനമുള്ളവരാണ് എന്ന് പറയുമ്പോൾ, അതേപോലെ അള്ളാഹു മറ്റൊരായത്ത് പറഞ്ഞു, ഇന്നമാ യഖ്ഷല്ലാഹ മിൻ ഇബാദിഹി അൽ ഉലമാ, വിജ്ഞാനമുള്ളവർ അവൻ്റെ അടിമകളിൽ വിജ്ഞാനമുള്ളവർ മാത്രമാണ് അള്ളാഹുവിനെ ഭയപ്പെടുക. ഇത് സൂറത്ത് ഫാത്തിറിലെ 35-ാം അധ്യായം 28-ാം വചനാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശറഈയായ പണ്ഡിതന്മാരാണ്. അവർക്ക് അള്ളാഹുവിനെക്കുറിച്ച് അറിവുണ്ട്, അവർക്കാണ് ശരിയായ വിജ്ഞാനമുള്ളത്. അവർ അള്ളാഹുവിനെ ആരാധിക്കുന്നു, ശരിയായ ആരാധന, അവർ അവനെ ഭയപ്പെടുന്നു. എന്നാൽ ഭൗതിക വിജ്ഞാനമുള്ളവർ, അവരിൽ അധിക പേരും അള്ളാഹുവിനെ ഭയപ്പെടുന്നില്ല. അവർ അള്ളാഹുവിൽ അവിശ്വസിച്ചവരാണ്, അവനെ നിഷേധിക്കുന്നവരാണ്. അവരുടെ വാദം എന്താ? സൃഷ്ടിക്ക് റബ്ബില്ല എന്നതാണ്. പ്രകൃതിയാണ് എല്ലാം വലുത് എന്നും എല്ലാം നിയന്ത്രിക്കുന്നതെന്നും ആണ് കമ്മ്യൂണിസ്റ്റുകാർ വിശ്വസിക്കുന്നത്. അവർ അള്ളാഹുവിനെ നിഷേധിക്കുന്നു, എന്നാൽ അവർക്ക് ഭൗതിക വിജ്ഞാനമുണ്ട്. അപ്പോൾ എങ്ങനെയാണ് പറയുക ഇവരെക്കുറിച്ച്
അവർ വിജ്ഞാനത്തിൻ്റെ ആളുകളാണെന്ന്. ഇത് ശരിയല്ല. കാരണം വിജ്ഞാനം അത് ചാർത്തപ്പെടുന്നത് അതിൻ്റെ ആളുകൾക്ക് മാത്രമാണ്. ആ ആദരിക്കപ്പെട്ട തലക്കെട്ട് അത് നിരീശ്വരവാദികൾക്കോ അവിശ്വാസികൾക്കോ കൊടുക്കാൻ പാടില്ല. അവരെക്കുറിച്ച് നമ്മൾ വിജ്ഞാനത്തിൻ്റെ ആളുകളെന്ന് പറയാൻ പാടില്ല. മലക്കുകളും വിജ്ഞാനമുള്ളവരും സാക്ഷ്യപ്പെടുത്തുന്നു അള്ളാഹുവിൻ്റെ ഏകത്വത്തെ. അതുകൊണ്ട് നിരീശ്വരവാദികളുടെയും ബഹുദൈവാരാധകരുടെയും അതേപോലെ മറ്റു അവിശ്വാസികളുടെയും അള്ളാഹു വിശ്വസിക്കാത്തവരുടെയും അവരുടെ പ്രസ്താവനകൾക്ക് പരിഗണന നൽകുന്നില്ല. കാരണം അവർ അള്ളാഹുവിൻ്റെ സാക്ഷ്യത്തെയും മലക്കുകളുടെ സാക്ഷ്യത്തെയും അവൻ്റെ സൃഷ്ടികളിൽ നിന്നുള്ള വിജ്ഞാനമുള്ളവരുടെ സാക്ഷ്യത്തോടും ഭിന്നിച്ചു നിൽക്കുന്നവരാണ്. ഖായിമൻ ബിൽ ഖിസ്ത്, അവൻ എപ്പോഴും അവൻ്റെ സൃഷ്ടിയിൽ നീതി നിലനിർത്തുന്നു എന്നും ആയത്ത് പറഞ്ഞല്ലോ. അതായത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആയത്ത് സൂറത്ത് ആല ഇമ്രാനിലെ 3-ാം അധ്യായം 18-ാം വചനമാണ്. അപ്പോൾ അൽ ഖിസ്ത് എന്ന് പറഞ്ഞാൽ അത് നീതിയാണ്. അതിനർത്ഥം അള്ളാഹു നീതി സ്ഥാപിക്കുന്നു എല്ലാ വസ്തുക്കളിലും. നീതി അനീതിയുടെ വിപരീതമാണ്. അത് അവൻ നീതിപരമായി നിർണയിക്കുന്നു. അത് അവനിൽ നിന്നല്ലാതെ വരുന്നില്ല. ലാ ഇലാഹ ഇല്ലാഹുവ, അവനല്ലാതെ ആരാധനക്കർഹൻ വേറെ ആരും ഇല്ല. അപ്പോൾ വീണ്ടും അല്ലാഹു അങ്ങനെ പറയുന്നത് ഒന്നും കൂടി ഈ വാക്യത്തെ ഉറപ്പിക്കാനാണ്. ഷഹീദല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹുവ. എന്നിട്ട് അല്ലാഹു എന്ന് പറഞ്ഞു? ഹുവൽ അസീസുൽ ഹക്കീം, അവൻ പ്രതാപശാലിയും. അസീസ് എന്ന് പറഞ്ഞാൽ പ്രതാപശാലി അല്ലെങ്കിൽ അജയ്യൻ. ഹക്കീം എന്ന് പറഞ്ഞാൽ യുക്തിമാൻ. ഇത് രണ്ടും അള്ളാഹുവിൻ്റെ പേരുകളാണ്. അതിൽ അള്ളാഹുവിൻ്റെ ഗുണവിശേഷങ്ങളുമുണ്ട്. അത് അൽ ഇസ്സ എന്ന് പറഞ്ഞാൽ പ്രതാപശാലി അല്ലെങ്കിൽ അജയ്യൻ. അൽ ഹിക്മ അതിനർത്ഥം യുക്തി. ബാറക്കല്ലാഹു ഫീക്കും. നമുക്കിവിടെ നിർത്താം. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.